നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം വ്യാഴാഴ്ച UAE-യിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഭാഗികമായി മേഘാവൃതവും രാത്രിയിൽ തണുപ്പേറിയതുമായ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്നും അവർ അറിയിക്കുകയുണ്ടായി. 1.4 ഡിഗ്രി സെൽഷ്യസ് ആണ് വ്യാഴാഴ്ച പുലർച്ചെ UAE-യിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിലാണ് ഏറ്റവും അധികം തണുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയോടെ താപനില കുറച്ചുകൂടി ഉയരുമെന്നും പറയുന്നു. തുടർന്ന് മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ തീരങ്ങളിലും കടൽ പൊതുവെ ശാന്തമായിരിക്കുമെന്നും അറിയിപ്പുണ്ട്. തിങ്കളാഴ്ച വരെ കാലാവസ്ഥ ഇതേ അവസ്ഥയിൽ തന്നെ തുടരും. അതിനുശേഷം അന്തരീക്ഷം കൂടുതൽ മേഘാവൃതമാകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. ഇതോടെ ചെറിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പുണ്ടായിരിക്കുകയാണ്. അതേസമയം UAE-യിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ നിരവധി മരണങ്ങൾ സംഭവിച്ചിരുന്നു. ഒരു പ്രവാസിയെ കാണാതായിരുന്നു. 2 വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 2 സ്വദേശി യുവാക്കൾ മരിച്ചിരുന്നു. പുറമെ റാൽ ഖൈമയിൽ മതിൽ ഇടിഞ്ഞു വീണ് ഒരു ആഫ്രിക്കൻ വനിതയും മരിച്ചിരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും വീണ്ടും മഴ ശക്തമായിരുന്നു. അതുപോലെ തന്നെ വാഹന അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ റോഡിലെ വെള്ളക്കെട്ടിൽ തെന്നി വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ നിരവധി പേർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. റാസൽ ഖൈമയിലാണ് ഒരു പ്രവാസി തൊഴിലാളിയെ കാണാതായിരുന്നത്. ഇയാൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിയ വാഹനങ്ങളിൽ നിന്ന് ഒരു ഏഷ്യക്കാരനെയും മറ്റൊരു സ്വദേശി വനിതയും പോലീസ് രക്ഷിച്ചിരുന്നു. പലയിടങ്ങളിലും ജനങ്ങൾക്ക് 2 ദിവസവും താമസ സ്ഥലത്തിന് പുറത്തിറങ്ങാനാകാത്ത വിധത്തിലായിരുന്നു മഴ ശക്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ന്യൂനമർദ്ദത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ മുതൽ ഒമാനിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. രാവിലെ മസ്കറ്റ്, മുസന്തം, നോർത്ത് ബത്തീന, സൗത്ത് ബത്തീന, ദാഖിലിയ ഗവർണറേറ്റുകളിലും പിന്നീട് സൗത്ത് ഷർഗിയയിലും മഴ ശക്തമായിട്ടുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം വ്യാഴാഴ്ച UAE-യിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.